കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് പിന്നാലെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവസേന ഷിൻഡെ വിഭാഗം എംപിയും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ മകനുമായ ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെ കേന്ദ്ര ഭരണകൂടം പരിഗണിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പരീക്ഷാ വിവാദങ്ങൾ സൃഷ്ടിച്ച് രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാനും എൻഡിഎ സഖ്യകക്ഷികൾക്ക് മന്ത്രിസഭയിൽ കൂടുതൽ പരിഗണന നൽകാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഉന്നതതല ചർച്ചകൾ നടന്നുവരികയാണെന്ന് പാർലമെന്ററി വൃത്തങ്ങൾ പറയുകയാണ്. ബിജെപിയും ശിവസേനയും തമ്മിലുള്ള ധാരണ പ്രകാരം ഉടൻ നടക്കാനിരിക്കുന്ന കേന്ദ്ര മന്ത്രിസഭാ അഴിച്ചുപണിയിൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കല്യാൺ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗമായ ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെ പ്രൊഫഷണലായി ഒരു ഡോക്ടർ കൂടിയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാർലമെന്റിലും പൊതുവേദികളിലും നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമായി ഉയർത്തിക്കാട്ടാൻ ശ്രീകാന്ത് ഷിൻഡെ മുന്നിലുണ്ടായിരുന്നു. പരീക്ഷാ വിവാദം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പ്രതിപക്ഷം ദുരുപയോഗം ചെയ്യുകയാണെന്നും വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ സർക്കാർ സന്നദ്ധമാണെന്നും അദ്ദേഹം സഭയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരു മെഡിക്കൽ ബിരുദധാരി കൂടിയായ ശ്രീകാന്ത് ഷിൻഡെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏൽപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാനും മെഡിക്കൽ പരീക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും സഹായിക്കുമെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. നീറ്റ് ക്രമക്കേടിൽ നടപടി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും വിദ്യാർത്ഥികളുടെയും പ്രക്ഷോഭം കൊടുമ്പിടി കൊണ്ടുനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നത്. പുതിയ വിദ്യാഭ്യാസ മന്ത്രി ആരായിരിക്കുമെന്ന കാര്യത്തിൽ രാജ്യത്ത് ഉടനീളമുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉറ്റുനോക്കുകയാണ്. എൻഡിഎയുടെ അഴിച്ചുപണിയും വരാനിരിക്കുന്ന കടുത്ത പരീക്ഷാ വിരുദ്ധ നിയമനിർമ്മാണവും നടപ്പിലാക്കേണ്ടത് ആ ഒരു സമയത്താണ് പരിചയസമ്പന്നവും അതോടൊപ്പം തന്നെ യുവാവുമായ ഒരു നേതാവിനെ തന്നെ നിയമിക്കുന്നത് വലിയൊരു മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ പറയുന്നത്. ഭരണകൂടത്തിന് ഗുണം ചെയ്യുമെന്നാണ് ഇപ്പോൾ എൻഡിഎ സഖ്യമടക്കം ഇപ്പോൾ കരുതുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നടക്കുന്ന ചർച്ചകൾ പൂർത്തിയാക്കുന്നതോടെ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുതിയ മന്ത്രിയുടെ സത്യപ്രതിജ്ഞയും ചുമതല ഏൽക്കലും നടക്കുമെന്നാണ് വിവരം. കൂടാതെ കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണിയും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ പ്രധാനമായി ലഭിക്കുന്ന സൂചനകൾ. അതായത് 2027 ഉത്തർപ്രദേശിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലും അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായ ഒരു അഴിച്ചുപണി പാർട്ടിയിലും അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലും ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന സൂചനകൾ. അതിൽ നിർമ്മല സീതാരാമൻ ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി അതിനു പകരം RBIയുടെ മുൻ ഗവർണറായിരുന്ന ശക്തികാന്ത ദാസ് കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രിയായി വരാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ മന്ത്രിസഭയിൽ അടക്കം ഒരു വലിയൊരു അഴിച്ചുപണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങൾ, ഈ നീറ്റ് പരീക്ഷയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. കൂടാതെ അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറയുന്ന 2 കാര്യങ്ങൾ, അവർക്ക് പേരിൽ അതായത് കോക്രോച്ച് പാർട്ടിയുടെ പേരിൽ എടുത്തിട്ടുള്ള കേസുകളെല്ലാം തന്നെ പിൻവലിക്കുക. കൂടാതെ പാസ്പോർട്ടുകൾ അടക്കം റദ്ദാക്കുമെന്ന് 2 ദിവസത്തിന് മുന്നേ കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതെല്ലാം പിൻവലിക്കുക. കാരണം ഇതിൽ ഭൂരിഭാഗം പേരും വിദേശ രാജ്യത്തിൽ നിന്ന് അടക്കം വന്നവരാണ്. അപ്പോൾ അവർക്കെല്ലാം തന്നെ വിദേശത്തേക്ക് തിരിച്ചു പോകണം. അപ്പോൾ പാസ്പോർട്ട് റദ്ദാക്കിയാൽ അവർ വലിയ രീതിയിൽ ഒരു ഡൽഹിയിൽ തന്നെ അവർക്ക് ഒരു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. കാരണം അവർക്ക് വിദേശത്തേക്ക് കടക്കാൻ പറ്റില്ല. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ഒരു കേസ് ഇവരുടെ പേരിലേക്ക് അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. കൂടാതെ ഈ 3 ആവശ്യവുമാണ് ഇന്ന് അവർ നേരത്തെ പറയുന്നുണ്ടെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം ഇവർ നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ രാജിവെക്കണമെന്ന ഒരു നിലപാടിലേക്ക് അടുത്ത ഘട്ട പ്രക്ഷോഭം ഇവർ തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു വിദ്യാർത്ഥികളുടെ മുന്നിൽ, അതായത് ജെൻസി വിദ്യാർത്ഥികളുടെ മുന്നിൽ നരേന്ദ്രമോദി സർക്കാർ വിറച്ച് മുട്ടിടിച്ച് വീണിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നരേന്ദ്രമോദി സർക്കാർ തല കുനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മന്ത്രിയെ തന്നെ, അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഏറ്റവും ശക്തനായ ഒരു മന്ത്രിയെ തന്നെ, അതായത് അമിത്ഷാ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു പാർട്ടിയിലടക്കം ഒരു ശക്തനെന്ന് പറയുന്ന രീതിയിൽ ധർമ്മേന്ദ്ര പ്രധാനെ അടക്കം എടുത്ത് പുറത്തേക്ക് ഇടാൻ ഈ പാർട്ടി പ്രവർത്തകർക്ക് സാധിച്ചു എന്നത് വലിയ കാര്യം തന്നെയാണ്. അതാണ് ഇപ്പോൾ മോദിയെ തന്നെ, അതായത് 2-3 ദിവസമായ അർദ്ധരാത്രി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലടക്കം നരേന്ദ്രമോദിയും വന്ന് വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോട് വലിയ രീതിയിലുള്ള ഒരു സംസാരമൊക്കെ, അല്ലെങ്കിൽ ഒരു മോദിയുടെ അഭിപ്രായം എന്താണെന്ന് മോദി പറയും. ഇതിനെപ്പറ്റിയെല്ലാം വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും ഇതിലൊന്നും തന്നെ വലിയ രീതിയിൽ ആളുകൾ കാണുന്നുണ്ട് മോദിയുടെ ഓരോ വാക്കുകളും. പക്ഷേ ഈ മോദിയുടെ 2 ദിവസത്തെ പറച്ചിലൊന്നും തന്നെ വലിയ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഈ
ജൻസി പ്രക്ഷോഭം എല്ലാം തന്നെ വിദേശ രാജ്യങ്ങളടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മോദിയുടെ ഒരു ഇമേജിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ ഇന്ന് രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ഒരു യുവ ഡോക്ടറെ തന്നെ കൊണ്ടുവരണം. കാരണം നീറ്റിന്റെ പരീക്ഷ എന്ന് പറയുന്നത് MBBSന്റെ എക്സാമിന്, അതായത് MBBS അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഒരു കടമയാണ്. അപ്പോൾ അതിലൊരു യുവ ഡോക്ടറെ തന്നെ കൊണ്ടുവന്നാൽ അത് വിദ്യാർത്ഥികൾക്ക് കുറച്ചും കൂടി ഒരു സന്തോഷമാകും, അവർക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസം കേന്ദ്ര സർക്കാരിലേക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയൊരു അയച്ചുപണിക്ക് ഇപ്പോൾ മോദി സർക്കാർ ഒരുങ്ങുന്നത്.